Hello dear students, welcome to Competitive Cracker. This is Minhaj. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൊളിറ്റിക്കൽ സയൻസിൻ്റെ UGC നെറ്റ് പേപ്പർ 2 ആയിട്ടുള്ള പൊളിറ്റിക്കൽ സയൻസിൻ്റെ സിലബസിൽ ഓരോ യൂണിറ്റുകളും വളരെ ഡീറ്റെയിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്ന് സെൽഫ് പ്രിപ്പറേഷൻ ചെയ്യാൻ വേണമെങ്കിൽ സൂട്ടബിൾ ആവുന്ന രീതിയിൽ എങ്ങനെ നമുക്ക് പ്രിപ്പയർ ചെയ്ത് എങ്ങനെ തുടങ്ങാം, അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം, ഏതൊക്കെ ടോപ്പിക്സ് സിലബസിൽ നമുക്ക് ചില ടോപ്പിക്സ് തന്നിട്ടുണ്ടാവും, പക്ഷേ ആ ടോപ്പിക്സ് എങ്ങനെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പ്രിപ്പയർ ചെയ്യും. ഓക്കെ, അപ്പം നിലവിലുള്ള ട്രെൻഡ് അനുസരിച്ച് നമ്മളെ എക്സാംസിന് വരുന്ന ട്രെൻഡ് അനുസരിച്ചുള്ള ഒരു സിലബസ് ഡിസ്കഷനാണ് നമ്മൾ നടത്താൻ പോകുന്നത്. എല്ലാവരും CCയിലേക്ക് ഒരിക്കൽ കൂടി വെൽക്കം ചെയ്യുന്നു. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് യൂണിറ്റിലാണ് നമ്മൾ തുടങ്ങുന്നത്. ഓക്കെ, മുമ്പൊരു ഓറിയൻറ്റേഷൻ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു, യൂണിറ്റ് 1 എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആവുന്നത് എങ്ങനെയാണെന്ന് കോൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ് അത്രയ്ക്കും നമുക്ക് ആവശ്യമാണ്. എന്തുകൊണ്ടെന്നാൽ മറ്റെല്ലാ യൂണിറ്റ്സിലേക്കും ഇത് കണക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. അതായത് ഈ പറയുന്ന ലിബറലിസം നമുക്ക് എവിടെ അപ്ലൈ ചെയ്യാനുണ്ട്? IRൽ അപ്ലൈ ചെയ്യാനുണ്ട്, അതുപോലെ നമ്മളെ പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ അപ്ലൈ ചെയ്യാനുണ്ട്, ഇന്ത്യൻ ഫോറിൻ പോളിസിയിൽ, അതുപോലെ കമ്പാരിറ്റീവ് പൊളിറ്റിക്സിൽ അപ്ലൈ ചെയ്യാനുണ്ട്. പൊളിറ്റിക്കൽ തിങ്കേഴ്സ് വരുമ്പം സെക്കൻഡ് ആൻഡ് തേർഡ് യൂണിറ്റ്സ് എടുത്ത് നോക്കിയാൽ അവിടെയും അപ്ലൈ ചെയ്യാനുണ്ട്. അപ്പം അങ്ങനെ എൻ്റയർ യൂണിറ്റ്സുമായിട്ട് കണക്റ്റായി നിൽക്കുന്ന ഒരു യൂണിറ്റാണ് ഫസ്റ്റ് യൂണിറ്റ്. അപ്പോൾ അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്, പഠിച്ചു വെക്കുക. അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ബിഗിനേഴ്സാണ് അല്ലെങ്കിൽ ആദ്യമായിട്ട് അറ്റംപ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ ഈ യൂണിറ്റ് വളരെ കൃത്യമായിട്ട് നിങ്ങൾ കോൺസെപ്റ്റൽ അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ ഓക്കെ ആക്കിയിരിക്കണം. പ്ലസ് നമുക്ക് ചില കാര്യങ്ങൾ ആവശ്യമുണ്ട്, നമ്മൾ പറയാം. എന്തായാലും ആദ്യം വരുന്ന കോൺസെപ്റ്റ്സ് ആണ്. കോൺസെപ്റ്റ്സും പിന്നെ ഐഡിയോളജീസും, അങ്ങനെ രണ്ടായിട്ടാണ് ഇത് വരുന്നത്. ഒന്ന് കോൺസെപ്റ്റ്സും മറ്റൊന്ന് ഐഡിയോളജീസുമാണ്. അതിൽ കോൺസെപ്റ്റ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം വരുന്നത് കോൺസെപ്റ്റ്സ് പറഞ്ഞാൽ ലിബർട്ടി, ജസ്റ്റിസ്, ഇക്വാളിറ്റി എന്നിങ്ങനെ പോകും. ഐഡിയോളജി വരുമ്പം അതിൻ്റെ ഈ കോൺസെപ്റ്റ്സ് ഒക്കെ പോലെയുള്ള ഈ കാര്യങ്ങളുണ്ടല്ലോ, ഇത്തരത്തിൽ പൊളിറ്റിക്കൽ തോട്ടുകളുണ്ടല്ലോ, ഈ തോട്ടുകളുടെ ഒരു ആപ്ലിക്കേഷൻ, അത് സൊസൈറ്റിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു അപ്ലൈഡ് വേർഷനാണ് എന്ത്, ഇസങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഐഡിയോളജീസായി മാറുന്നത്. നമ്മൾ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പറയുന്നതാണ് എന്താണ് പൊളിറ്റിക്കൽ തോട്ട്, എന്താണ് പൊളിറ്റിക്കൽ ഐഡിയോളജി എന്ന് പറയുന്നത്. ഡിഫറൻസ് ഒരു ബേസ് ആയിട്ട് മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ്. എന്തായാലും ലിബർട്ടി പഠിക്കുമ്പോൾ നിങ്ങൾ പാരലലി നിങ്ങൾ പഠിക്കുന്ന ഒന്നാണ് ലിബറലിസം. പഠിച്ചു വെക്കണം. ഓക്കെ, ലിബറലിസം പറ്റുമെങ്കിൽ ഒരുമിച്ച് പഠിക്കാം. അതല്ല ക്ലാസ്സുകൾ കണ്ട് ലിബർട്ടിയുടെ ക്ലാസ് കണ്ടിട്ടാണ് ലിബറലിസം കാണുന്നുണ്ടെങ്കിൽ ഇതൊന്നും കൂടി ഒരുമിച്ച് റീകോൾ ചെയ്യാൻ ശ്രമിക്കണം. ഓക്കെ, അതായത് ആദ്യം ലിബറലിസം കാണുന്നു, പിന്നെ ലിബർട്ടിയുടെ ക്ലാസ് പിന്നീട് ഒരുപാട് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ നമ്മളെ ഫൗണ്ടേഷൻ കോഴ്സിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് ഒരുമിച്ച് ഡീകോഡ് ചെയ്യണം അല്ലെങ്കിൽ റീകോൾ ചെയ്യാൻ പഠിക്കണം. ഓക്കെ ആണല്ലോ. എന്ത് തന്നെ ആയാലും നമ്മുടെ ലിബർട്ടി എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമുക്ക് നോക്കാം. ഓക്കെ, ലിബർട്ടിയിൽ നിങ്ങൾ എന്താണ് ലിബർട്ടി എന്ന് എല്ലാ കോൺസെപ്റ്റ്സിലും എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ ഡെഫിനിഷൻ പഠിച്ചു വെക്കണം. എങ്ങനെയാണെന്ന് വെച്ചാൽ രണ്ട് രീതിയിൽ, ഒന്ന് നിങ്ങൾ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയും പഠിക്കണം, ഒപ്പം ചില തിങ്കേഴ്സ് അതിനെ ലിബർട്ടി ഇങ്ങനെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഹോബ്സ് ഡിഫൈൻ ചെയ്ത് വേറെ രീതിയിലായിരിക്കും. ഓക്കെ, അങ്ങനെ ഓരോ തിങ്കേഴ്സും ഡിഫറെൻറ്റ് വേയിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ മുമ്പൊക്കെ ഒരുപാട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഈ ഇത്തരത്തിൽ ഡെഫിനിഷൻ നൽകിയിട്ട് ഇത് ആരുടേതാണ് എന്നൊക്കെ പറയുന്നത്. ഇതിന് വേറൊരു ഗുണം കൂടിയുണ്ട്, അതായത് ഈ തിങ്കേഴ്സിൻ്റെ പൊളിറ്റിക്കൽ ഓറിയൻറ്റേഷനും കൂടി നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഡെഫിനിഷൻ പഠിക്കുന്നതുകൊണ്ട് അങ്ങനെ വേറെ ഉപകാരം കൂടി ഉണ്ട്. അപ്പോൾ ആ ഡെഫിനിഷൻ്റെ ഒരു കീ ടേം ഒക്കെ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാവും. അപ്പോൾ ഡെഫിനിഷൻ പഠിക്കണം. ലിബർട്ടിയുടെ നേച്ചർ എങ്ങനെയാണ്, അതുപോലെ ക്ലാസിക്കൽ ആൻഡ് മോഡേൺ ലിബറലിസത്തിൽ വരുമ്പോഴും ഈ ക്ലാസിക്കൽ മോഡൽ ലിബർട്ടി വരുന്നുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, അത് എക്സാംഷനൊക്കെ ഒരുപാട് ചോദിക്കുന്നതാണ്. അതുപോലെ പോസിറ്റീവ് വേഴ്സസ് നെഗറ്റീവ് ലിബർട്ടി അണ്ടർസ്റ്റാൻഡ് ചെയ്തിരിക്കണം. പോസിറ്റീവ് ലിബർട്ടി എന്താണ്, നെഗറ്റീവ് ലിബർട്ടി എന്താണ്, എല്ലാം ഡീറ്റെയിൽ പറയാൻ നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇതൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട കാര്യങ്ങളാണ്. പോസിറ്റീവ് ലിബർട്ടി എന്താണ്, നെഗറ്റീവ് ലിബർട്ടി എന്താണ്, അതിൻ്റെ തിങ്കേഴ്സ് ആരൊക്കെയാണ്, പോസിറ്റീവ് ലിബർട്ടിയെ ആരാണ് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നവർ ആരൊക്കെയാണ്, നെഗറ്റീവ് ലിബർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്, ഇനി ആരാണ് പോസിറ്റീവ് നെഗറ്റീവ് ലിബർട്ടി എന്ന് പറഞ്ഞ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഇസായ ബെർലിൻ ആണെന്നൊക്കെ നിങ്ങൾ അറിയാം. പിന്നെ അറ്റ്ലാന്റിക് ചാർട്ടർ ഒരു തവണ PYQ ഉള്ളതുകൊണ്ട് ഞാൻ ഇതിൽ ആഡ് ചെയ്തത്. മാർക്സിസ്റ്റ് വ്യൂ എന്താണ്, അതുപോലെ ഡിഫറെൻറ്റ് ഡയമെൻഷൻസ് ഓഫ് ലിബർട്ടി, CB മക്പേഴ്സന്റെ ലിബർട്ടിയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ്, മെക്കല്ലം, ഹെഗൽസ് ഐഡിയലിസം. സെക്കൻഡ് യൂണിറ്റിൽ ഹെഗൽസ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഇനി ഞാൻ വളരെ ശ്രദ്ധിച്ച് കേൾക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നു,
ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് വെച്ചാൽ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വർക്കുകൾ നിങ്ങൾ പഠിക്കണം. അതിൻ്റെ ഓതർ ഓക്കെ ആണല്ലോ, വർക്ക്, ഓതർ. ഇനി ആ വർക്കുമായി റിലേറ്റഡ് ആയി നിൽക്കുന്ന എന്തെങ്കിലും കോൺസെപ്റ്റ്സ് ഉണ്ടെങ്കിൽ അതും കൂടി പഠിച്ചോണം. അപ്പം ഈ പറഞ്ഞതിൽ വെച്ച് ഇനി പറയുന്ന ലിബർട്ടി കഴിഞ്ഞ് അടുത്തടുത്ത് വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യില്ല, ഈ ഡെഫിനിഷനും നാച്ചുറൊന്നും നിങ്ങൾക്ക് പറയില്ല, നിങ്ങൾക്ക് അറിയാം, അത് അവിടെ പഠിച്ചു വെക്കണം എന്നറിയാം. എല്ലാത്ത കോൺസെപ്റ്റ്സ് ആയിരിക്കും പറയാം. അപ്പം മേജർ വർക്കുകൾ, അതുപോലെ ഡെഫിനിഷൻ, നാച്ചുറൽ, മേജർ വർക്ക്, ഇത് എല്ലാ കോൺസെപ്റ്റ്സിലും ഐഡിയോളജിയിലും മസ്റ്റാണ്. ഒരു 50% ഇതിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക, വർക്കുകൾ. അപ്പം നിങ്ങൾ ഈ യൂണിറ്റ് 1 എല്ലാ ടോപ്പിക്സിൻ്റെയും ഇതേപോലെ ഓതറും വർക്കും എടുത്ത് പഠിച്ചാൽ ഗ്രാജുവലി നിങ്ങൾ എന്ത് ചെയ്യും, പൊളിറ്റിക്കൽ സയൻസിലെ എല്ലാ വർക്കുകളുമായിട്ട് ഫെമിലിയർ ആയി വരും. അങ്ങനെ ഒരു ഫിനോമിന അവിടെ നടക്കാനുണ്ട്. ലിബർട്ടി ഓക്കെ ആണല്ലോ, ലിബർട്ടി ഇങ്ങനെയാണ് നിങ്ങൾ പഠിച്ചു വെക്കുന്നത്, ഇങ്ങനത്തെ ടോപ്പിക്സാണ് പഠിച്ചു വെക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇക്വാളിറ്റിയിലോട്ട് വരുമ്പോൾ വളരെ ചെറിയ ഇതൊക്കെ, ഈ കോൺസെപ്റ്റ്സ് ഒക്കെ വളരെ ചെറിയ ടോപ്പിക്സ് ആയിരിക്കും കേട്ടോ. അതിൻ്റെ ഡെഫിനേഷൻ, റൂസോയുടെ വ്യൂ എങ്ങനെയാണെന്ന് പഠിച്ചു വെക്കണം. ഇത് ഒരു PYQ ആണെന്ത്, നമ്മുടെ റൂസോ എങ്ങനെയാണ് നാച്ചുറൽ കൺവെൻഷണൽ, ഇതിങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്, എന്ത് നാച്ചുറൽ ആൻഡ് കൺവെൻഷണൽ ഇൻഇക്വാളിറ്റി എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്തത് ആരാണ്, ഹോ ഡിഫറൻഷിയേറ്റ് എന്നൊക്കെ രീതിയിൽ, ഹൂ ക്ലാസിഫൈഡ് എന്ന രീതിയിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി, ഇക്വാളിറ്റി ഓഫ് ഔട്ട്കമും പഠിച്ചു വെക്കണം. ഇക്വാളിറ്റി വേഴ്സ് ഇക്വിറ്റിയുടെ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി കേട്ടോ. അതിൽ അമർത്യ സെൻ ഇമ്പോർട്ടൻ്റ് ആണ്, അമർത്യ സെന്നിൻ്റെ ബുക്കുകൾ പഠിച്ചു വെക്കണം. മൈക്കിൾ വാൾസർ അദ്ദേഹത്തിൻ്റെ കോംപ്ലക്സ് ഇക്വാളിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഇത്രയാണ് ഇക്വാളിറ്റിയിൽ പഠിച്ചു വെക്കേണ്ടത്. ഓക്കെ ആണല്ലോ. ദെൻ എന്താണ് ജസ്റ്റിസ്, ഹൈലി ഇമ്പോർട്ടൻ്റ് ആണ്. ജസ്റ്റിസ് വരുമ്പോൾ നിങ്ങൾക്ക് ഇതേ ജസ്റ്റിസ് എവിടെയും വരും, നമ്മുടെ യൂണിറ്റ് 2 ഓക്കെ, യൂണിറ്റ് 2 വരുമ്പം അവിടെയുള്ള ചില തിങ്കേഴ്സ് ജസ്റ്റിസിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പം അതവിടെ വരും കേട്ടോ. അപ്പോൾ പ്രൊസീജിയറൽ ജസ്റ്റിസ് എന്താണ്, സബ്സ്റ്റാൻറ്റീവ് ജസ്റ്റിസ് എന്താണെന്നുള്ള ഡിഫറൻഷിയേറ്റ് ചെയ്ത് തന്നെ പഠിക്കണം. സോഷ്യലും ആൻഡ് ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസ്, അതായത് എന്താണ് സബ്സ്റ്റാൻറ്റീവ്, എന്താണ് പ്രൊസീജിയർ, അതിൽ ലിബറൽ പേഴ്സ്പെക്റ്റീവ് എന്താണ്, ഇൻഡിവിജ്വൽ ലിബർട്ടിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളതാണ് ലിബറൽ പേഴ്സ്പെക്റ്റീവ്. ഓക്കെ, ലിബറലിസം ഒക്കെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം കേട്ടോ. ലിബറലിസം വളരെ കൃത്യമായി അറിഞ്ഞിരിക്കണം. ആ ലിബറലിസം കഴിഞ്ഞും അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന മറ്റ് ഐഡിയോളജീസ് എന്തൊക്കെയാണ് എല്ലാം അറിഞ്ഞിരിക്കണം. അപ്പോൾ ലിബറൽ പേഴ്സ്പെക്റ്റീവ്, പിന്നെ അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് പിന്നീട് വരുന്നതാണ് ലിബർട്ടേറിയൻ. ലിബറൽ പേഴ്സ്പെക്റ്റീവിലെ റോൾസ് ഒക്കെ വരുന്നുണ്ട്. ലിബർട്ടേറിയൻ നമ്മളെ മിനിമൽ സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട റോബർട്ട് നോസിക്കിൻ്റെ അദ്ദേഹത്തിൻ്റെ എൻഡൈൻമെൻറ്റ് തിയറി. പിന്നെ മുമ്പത്തെ ഓറിയൻറ്റേഷൻ ക്ലാസ് ഞാൻ പറഞ്ഞു ചില ഹിഡൻ ടോപ്പിക്സ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്, റോബർട്ട് നോസിക്കൊന്നും നമ്മളെ സിലബസിൽ എവിടെ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല, ശരിയല്ലേ? റോബർട്ട് നോസിക്കിനൊന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, സിലബസിൽ എവിടെയും കാണാൻ സാധിക്കില്ല. പക്ഷേ അദ്ദേഹമൊക്കെ എങ്ങനെയാണ് നമ്മൾ സിലബസിൽ പാർട്ടാവുന്നത്, ഇങ്ങനെയാണ്. ജസ്റ്റിസ് എന്ന് പറയുന്ന ടോപ്പിക് ഡിസ്കസ് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യും, ഈ പറയുന്ന ലിബർട്ടേറിയൻ പെർസ്പെക്റ്റീവ് പഠിക്കും. സ്വാഭാവികമായിട്ടും ലിബർട്ടേറിയൻ പെർസ്പെക്റ്റീവിൻ്റെ അണ്ടറിൽ വരുന്നതാണ് നമ്മൾ ആര്, ഈ റോബർട്ട് നോസിക്. ഇപ്പോൾ റോബർട്ട് നോസിക്കിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് അദ്ദേഹത്തിൻ്റെ എൻഡൈൻമെൻറ്റ് തിയറി, അദ്ദേഹത്തിൻ്റെ ഓറിയൻറ്റേഷൻ എന്താണ്, അദ്ദേഹത്തിൻ്റെ കോഡ്സ് എന്തൊക്കെയാണ്, ഫേമസ് ആയിട്ടുള്ള ഒരുപാട് കോഡ്സ് ഉണ്ട്, സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ബുക്സ് എന്തൊക്കെയാണ്, ബുക്സ് ഒക്കെ ഒരുപാട് ചോദിക്കാറുണ്ട്. അപ്പോൾ അവിടെ റോബർട്ട് നോസിക് ഒരു ഇങ്ങനെയാണ് പുതിയ ടോപ്പിക്സ് വരിക. ഓക്കെ, അതൊന്നും അത്ര വലിയ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള കാര്യമൊന്നുമില്ല. ഇങ്ങനെ സ്വാഭാവികമായിട്ട് എല്ലാ പേപ്പറിലും അങ്ങനെയൊക്കെയാണ്. ഓക്കെ, ഡെമോക്രാറ്റിക് സോഷ്യലിസം നമ്മുടെ ഹറോൾഡ് ലെസ്കിയുടെ, അമർത്യ സെൻ വീണ്ടും വരുന്നു. അപ്പോൾ അമർത്യ സെൻ 2 ടോപ്പിക്സിലായിട്ട് വന്നു. അപ്പോൾ അദ്ദേഹത്തിന് അവിടെ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുന്നു, അദ്ദേഹത്തിൻ്റെ ബുക്സ് അവിടെ കൃത്യമാണ്. പിന്നെ പ്ലാറ്റോയുടെ ജസ്റ്റിസ് എന്താണ്, ഇവിടെ പഠിക്കണം നിർബന്ധമില്ല. പ്ലാറ്റോ അരിസ്റ്റോട്ടിൽ നമ്മൾ സെപ്പറേറ്റ് പഠിക്കുമ്പോൾ അത് അവിടെ കിട്ടും. തോമസ് പോഗ് അവിടുത്തെ ഇവിടെ പഠിച്ചു വെക്കണം. എന്താണ് തോമസ് പോഗിൻ്റെ ഗ്ലോബൽ ജസ്റ്റിസ്, അത് അങ്ങനെ തന്നെ പഠിച്ചു വെക്കണം. അപ്പം തോമസ് പോഗും ഗ്ലോബൽ ജസ്റ്റിസും കണക്ട് ചെയ്ത് വെച്ചാൽ, ഗ്ലോബൽ ജസ്റ്റിസുമായി ബന്ധപ്പെട്ട ഒരു ബുക്കൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എപ്പോഴും അപ്ലൈ ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് കണക്ട് ചെയ്യാം. ഓപ്ഷനിൽ വേറെ ട്രിക്കി ആയിട്ടുള്ള വേറെ ആരും ഇല്ലെങ്കിൽ തോമസ് പോഗിനെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഓക്കെ ആണല്ലോ. അപ്പോൾ തോമസ് പോഗ് ഇവിടെ സെപ്പറേറ്റ് പറഞ്ഞ 2 ആളുകൾ, തോമസ് പോഗിനെ പറഞ്ഞു, ഹറോൾഡ് ലെസ്കിയെ പറഞ്ഞു, പിന്നെ അതുപോലെ റോബർട്ട് നോസിക്കിനെ പറഞ്ഞു. ഓക്കെ ആണല്ലോ. അപ്പം ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചു പോകേണ്ടത്. ഇനി റൈറ്റ്സ് എടുത്ത് നോക്കിയാൽ റൈറ്റ്സ് നോക്കൂ, ഡിഫറെൻറ്റ് റൈറ്റ്സുകളുണ്ട് അല്ലേ? എന്തൊക്കെയാണ്? നാച്ചുറൽ, ലീഗൽ, മോറൽ, യൂട്ടിലിറ്റേറിയൻ, ഇങ്ങനെയുള്ള തിയറീസ് എല്ലാം റൈറ്റ്സിൻ്റെ ഭാഗമായിട്ടുണ്ട്. ലീഗൽ റൈറ്റ്, നാച്ചുറൽ റൈറ്റ്, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ തോമസ് നമ്മളെ ജെർമി ബന്ധത്തിൻ്റെ കമൻസ് എന്താണ്, അദ്ദേഹം ഏത് റൈറ്റ്സിനെയാണ് ഡിഫെൻഡ് ചെയ്യുന്നത്, ജോൺ ലോക്കിൻ്റെ റൈറ്റ്സ് ഇങ്ങനത്തെയാണ്, ഇങ്ങനെയാണ് പഠിക്കേണ്ടത്. യൂട്ടിലിറ്റേറിയൻ തിങ്കറാണ് ജെർമി ബന്ധം. ഒന്നും എന്തില്ല സിലബസിൽ എവിടെയും മെൻഷൻ ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ സെപ്പറേറ്റ് നോട്ട് ഉണ്ടാക്കി പഠിക്കണം തിങ്കേഴ്സ്. ഇനി
ലോക്ക്, ഹോബ്സ്, ബന്ധം, TH ഗ്രീന്, പിന്നെ കാണ്ട്, ഇമാനുവൽ കാണ്ട്, പിന്നെ ഹ്യൂമൻ റൈറ്റ് തിയറി ഇവിടെയും വരും. പിന്നെ നമ്മൾ പിന്നീട് ഇത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു യൂണിറ്റ് 7 അങ്ങനെ ലാസ്റ്റ് ഫേസിലൊക്കെ ഇതേപോലെ വീണ്ടും വരുന്നുണ്ട്. അപ്പം ഹ്യൂമൻ റൈറ്റ് എന്ന് പറഞ്ഞ ടോപ്പിക് അവിടെ പഠിക്കുന്നതായിരിക്കും ഒന്നും കൂടി നന്നാവുക. അതിൻ്റെ ഹിസ്റ്ററി, ജനറേഷൻ, യൂണിവേഴ്സൽ ഡിക്ലറേഷൻ, ഓക്കെ, ഇയറൊക്കെ പഠിക്കണം. പിന്നെ പേഴ്സ്പെക്റ്റീവ്സ് എടുത്ത് നോക്കണം. കമ്മ്യൂണിറ്റേറിയൻ പേഴ്സ്പെക്റ്റീവ് ഇതിവിടെ പഠിച്ചു നോക്കണം കേട്ടോ. ഈ കമ്മ്യൂണിറ്റേറിയനിസം എന്ന് പറഞ്ഞിട്ടൊരു ഐഡിയോളജി നമുക്ക് സിലബസിലില്ല, അത് ഇവിടെയാണ് വരുന്നത്. കമ്മ്യൂണിറ്റേറിയൻ മൈക്കിൾ വാൾസർ, അതുപോലെ മൾട്ടി കൾച്ചർ ബിഗു പരേക്കിന്റെ മൾട്ടി കൾച്ചറൽ പേഴ്സ്പെക്റ്റീവ്, ഗ്രൂപ്പ് ഡിഫറൻഷിയേറ്റഡ് റൈറ്റ് വിൽ കിംലിക്ക, ജോസഫ് ട്രാസ് പഠിച്ചു വെക്കണം. വിൽ കിംലിക്ക എന്ന് പറഞ്ഞാൽ ഹൈലി റിപ്പീറ്റഡ് വാല്യൂ ഉള്ള PYQ എടുത്ത് നോക്കിയാൽ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരാളാണ് ആര്, നമ്മുടെ വിൽ കിംലിക്ക എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ വർക്ക്, അദ്ദേഹത്തിൻ്റെ തിയറി എല്ലാം പഠിച്ചു നോക്കണം. ഓക്കെ ആണല്ലോ. സോ അടുത്തത് ഡെമോക്രസി അവിടെ ടോപ്പിക്കിൽ എന്തൊക്കെയാണ് വരുന്നത്? ക്ലാസിക്കൽ കോൺസെപ്റ്റ് ഓഫ് ഡെമോക്രസി, പ്ലാറ്റോയുടെയും അരിസ്റ്റോട്ടിലിൻ്റെയൊക്കെ. അരിസ്റ്റോട്ടിലൊക്കെ ഡെമോക്രസിക്ക് എതിരായിരുന്നു കേട്ടോ, ഓപ്പോസിറ്റ് ആയിരുന്നു. പക്ഷെ അവരുടെ കോൺസെപ്റ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് അവിടെ പഠിക്കാം. AV ഡൈസി, ജെയിംസ് ബ്രൈസ്, പിന്നെ അതുപോലെ ലിബറൽ പെർസ്പെക്റ്റീവ് എടുത്ത് നോക്കിയാൽ റൂസോ, ബന്ധം, ജെസ് മില്ല്, എലൈറ്റിസ്റ്റ് തിയറി. ഇത് IR പഠിക്കും, ഇവിടെയും പഠിക്കും. എലൈറ്റിസ്റ്റ് തിയറി എന്ന് പറയുന്നത് കമ്പാരിറ്റീവ് പൊളിറ്റിക്സിൽ നമ്മൾ പഠിക്കും. അപ്പോൾ ഇവിടേക്കാളും നല്ലത് കമ്പാരിറ്റീവ് പൊളിറ്റിക്സിൽ പഠിക്കുന്നതാണ്. കമ്പാരിറ്റീവ് പൊളിറ്റിക്സിൽ എത്തുമ്പോൾ എലൈറ്റ് തിങ്കേഴ്സും അവരുടെ തിയറിയൊക്കെ പഠിക്കും. മാർക്ക് ചെയ്ത് വെക്കുക, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എലൈറ്റ് തിങ്കേഴ്സ് എന്തായാലും പഠിച്ചിരിക്കണം. അവിടെ തിങ്കേഴ്സിൻ്റെ കോൺസെപ്റ്റ്സും എലൈറ്റ് തിങ്കറിൽ തന്നെ ഒരുപാട് തിങ്കേഴ്സ് ഉണ്ട്. ആ തിങ്കേഴ്സിൽ പലരും പല കോൺട്രിബ്യൂഷൻസ് നൽകി. അപ്പോൾ അത് പഠിച്ചിരിക്കണം. പ്രൊസീജിയർ വേഴ്സസ് സബ്സ്റ്റാൻറ്റീവ് ജസ്റ്റിസ്, CB മക്പേഴ്സൺ വീണ്ടും വരുന്നു, ഡേവിഡ് ഹെൽഡ്, പിന്നെ അതുപോലെ ഡിഫറെൻറ്റ് ടൈപ്സ്, മോഡൽസ് ഓഫ് ഡെമോക്രസി വരുന്നുണ്ട്. ബുക്ക് അടക്കം പഠിക്കണം കേട്ടോ. അപ്പം ഇതൊക്കെയാണ് ഇവിടെ ഈ കാര്യം മറന്നുപോയി. ഡെലിബറേറ്റീവ് ഡെമോക്രസി, കൺസോസിയേഷണൽ നാഷണലിസം ഡെമോക്രസി, ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ റീസെൻ്റ് നടന്ന എക്സാമിന് പോലും എനിക്ക് തോന്നുന്നു ഡെലിബറേറ്റീവ് ഡെമോക്രസി സെപ്പറേറ്റ് എടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഇപ്പം ഇത് പഠിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അണ്ടർസ്റ്റാൻഡിങ് ലെവലിൽ പഠിക്കണം. അതായത് ഇത് എന്താണെന്നുള്ള കൃത്യമായിട്ട് മനസ്സിലാക്കണം. കാരണം ക്വസ്റ്റ്യനിലേക്ക് വരുമ്പം എന്തായിരിക്കും, നിങ്ങൾ പഠിച്ചു വെക്കുന്ന വേർഡുകളോ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല, അവിടെ കോൺസെപ്റ്റ്സുമായി റിലേറ്റ് ചെയ്യുന്ന മറ്റ് വേർഡുകളും സ്റ്റേറ്റ്മെൻറ്റ്സും വരും. അപ്പം നിങ്ങളിവിടെ അണ്ടർസ്റ്റാൻഡിങ് ഓക്കെ ആയിരിക്കണം. കൺസോസിയേഷനിസം ഡെമോക്രസി എന്താണ്, ഡെലിബറേറ്റീവ് ഡെമോക്രസി എന്താണെന്നൊക്കെ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. അപ്പോൾ അതവിടെ പഠിച്ചു വെക്കണം. റെപ്രസെൻറ്റേറ്റീവ് പാർട്ടിസിപ്പേറ്ററി ഡെമോക്രസി എന്ന് പറഞ്ഞാൽ ആ ടൈപ്സ് അവിടെ പഠിച്ചു വെക്കണം. ഓക്കെ ആണല്ലോ. പവേഴ്സ് എടുത്ത് നോക്കിയാൽ പവർ ആൻഡ് അതോറിറ്റി തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കി വെക്കണം. പവർ ആൻഡ് അതോറിറ്റി തമ്മിൽ ഡിഫറൻസ് ഉണ്ട്, അത് മനസ്സിലാക്കി വെക്കണം. കൺവെൻഷണൽ പവർ എന്താണ്, നോൺ കൺവെൻഷണൽ പവർ എന്താണ്. ഇവിടെ നമ്മൾ MP ഫോളറ്റിനെയൊക്കെ പഠിക്കുന്നുണ്ട് അല്ലേ, അന്ന ആർഡൻറ്റിനെ പഠിക്കുന്നുണ്ട് പവറുമായി ബന്ധപ്പെട്ട്. പിന്നെ കൺവെൻഷണൽ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മളെ ഫിസിക്കൽ പവറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൺവെൻഷൻ, ഒരുപാട് ആയുധങ്ങളൊക്കെ ഉണ്ടാവുക. നോൺ കൺവെൻഷണൽ എന്ന് പറഞ്ഞാൽ പവർ വേറൊന്നും കൂടിയാണ്. ഇപ്പം ഇന്നത്തെ കാലത്ത് പവർ എന്ന് പറഞ്ഞാൽ വെറും നമ്മൾ ഈ പറയുന്ന ഫിസിക്കൽ ആസ്പെക്ട് മാത്രമല്ല, എല്ലാതും നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാം. അപ്പം അങ്ങനെയാണ് നോൺ കൺവെൻഷണൽ എന്ന് പറയുന്നത്. പ്ലൂറലിസ്റ്റ് എലൈറ്റ് വേഴ്സസ് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. മാർക്സിസ്റ്റ്, ഫൂക്കോയുടെ തിയറി ഓഫ് പവർ ഇമ്പോർട്ടൻ്റ് ആണ്. ഫൂക്കോ അദ്ദേഹം നമുക്ക് പോസ്റ്റ് മോഡേണിസം പഠിക്കുമ്പോൾ അവിടെയും റിപ്പീറ്റ് ചെയ്ത് വരും. അപ്പോൾ ഫൂക്കോയുടെ ഫൂക്കോൾട്ടിൻ്റെ തിയറി ഓഫ് പവർ എന്നുള്ളത് കൃത്യമായിട്ട് അവിടെ പഠിച്ചു നോക്കണം. അപ്പം ഇതൊക്കെയാണ് ഇവിടെ പറയാനുള്ളത്. നമുക്ക് സിറ്റിസൺഷിപ്പിലോട്ട് വരുമ്പോൾ മാർക്സിസ്റ്റ് തിയറി എങ്ങനെയാണ്, ആന്തോണിയോ ഗിഡൻസിൻ്റെ മാർക്സിസ്റ്റ് തിയറി, ലിബറൽ തിയറി ആയിട്ടുള്ള TH മാർഷലിൻ്റെ ലിബറൽ തിയറി, കമ്മ്യൂണിറ്റേറിയൻ തിയറി ആയിട്ടുള്ള ഹന്ന ആർഡൻറ്റ്, മൈക്കിൾ വാൾസർ, ബെഞ്ചമിൻ ബാർബർ, ഇവിടെയൊക്കെയാണ് കമ്മ്യൂണിറ്റേറിയൻ തിയറീസ്. ഫെമിനിസ്റ്റ് തിയറി, അരിസ്റ്റോട്ടിൽ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അരിസ്റ്റോട്ടിലിനെ നമ്മൾ അവിടെ പഠിക്കും. അരിസ്റ്റോട്ടിലിൻ്റെ തിയറി അവിടെ പഠിക്കും. അതായത് അരിസ്റ്റോട്ടിലിനെ ഡിസ്കസ് ചെയ്യുന്ന യൂണിറ്റ് 2 ഉണ്ടല്ലോ, അവിടെ അദ്ദേഹത്തിൻ്റെ സിറ്റിസൺഷിപ്പ് തിയറിയൊക്കെ നമ്മൾ വിശദമായിട്ട് പഠിക്കും. മൾട്ടി കൾച്ചറൽ ആസ്പെക്റ്റുകൾ വിൽ കിംലിക്ക, നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു വിൽ കിംലിക്ക. ഓക്കെ, അപ്പോൾ അദ്ദേഹം സെപ്പറേറ്റ് റൈറ്റ്സ് ഒക്കെ കൊടുക്കുന്നത്, ഈ മൾട്ടി കൾച്ചറലിസത്തിന് ബന്ധപ്പെട്ട് 3 റൈറ്റ്സ് ഒക്കെ കൊടുക്കുന്നത് നിരന്തരം ചോദിക്കുന്നതാണ്.
വിൽ കിംലിക്ക ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോവനിറ്റിയുമായി ബന്ധപ്പെട്ട് ജീൻ ബോഡി, അതുപോലെ ഹ്യൂഗോ ഗ്രോട്ടിസ്, ഹോബ്സ്, പിന്നെ ഒപ്രഷനുമായി ബന്ധപ്പെട്ട് എന്താണ് ജോൺ, ദെൻ ലോക്ക്, റൂസോ, ജോൺ ഓസ്റ്റിൻ, ഇവരൊക്കെയാണ് പ്രധാനപ്പെട്ട ഈ പറയുന്ന സോവനിറ്റിയുമായി ബന്ധപ്പെട്ട്. അതുപോലെ ജീൻ ബോഡിനും ഹ്യൂഗോ ഗ്രോട്ടിസ് ഒക്കെ നിരന്തരം ചോദിക്കുന്ന ആളുകളാണ്, പഠിച്ചു വെക്കുക. ഓക്കെ ആണല്ലോ? ഓക്കെയാണ്. ദെൻ മറ്റ് ചില ടോപ്പിക്സ് സെപ്പറേറ്റ് ആയിട്ട് ഈ യൂണിറ്റിൽ നിങ്ങൾ പഠിക്കേണ്ടതാണ്. ഡിക്ലൈൻ ആൻഡ് റിവൈവൽ ഓഫ് പൊളിറ്റിക്കൽ തിയറിയുടെ ഡിക്ലൈനും അതിൻ്റെ റിവൈവലുമായി ബന്ധപ്പെട്ട് ആരൊക്കെ സപ്പോർട്ട് ചെയ്തു, ആരൊക്കെ അതിനെ സപ്പോർട്ട് ചെയ്തില്ല എന്ന് പറയുന്നത്. ബിഹേവിയറലിസം, പോസ്റ്റ് ബിഹേവിയറലിസം ഇവിടെ സെപ്പറേറ്റ് നിങ്ങൾ പഠിച്ചു വെക്കണം. സ്റ്റേറ്റ് തിയറീസ്, അനാർക്കിസം എന്താണെന്ന് പഠിച്ചു വെക്കണം. സിയോണിസം ഈ റീസെൻ്റ്ലി ചോദിച്ചതാണ്. നിഹിലിസം, പോസ്റ്റ് മോഡേണിസവുമായി ബന്ധപ്പെട്ട നിഹിലിസം. അപ്പോൾ ഇത്തരം എക്സ്ട്രാ ടോപ്പിക്സ് നിങ്ങൾ കവർ ചെയ്യണം. ഇതൊന്നും നിങ്ങൾക്ക് സിലബസ് കാണില്ല. അതാണ് നമ്മൾ ഈ സെക്ഷൻ്റെ ടാർഗറ്റ് എയിം എന്ന് പറയുന്നത്. അപ്പോൾ സിലബസിൽ ഇല്ലാത്ത മറ്റു കാര്യങ്ങൾ ഡീകോഡ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കാം. ഓക്കെ ആണല്ലോ? പൊളിറ്റിക്കൽ ട്രഡീഷൻസ് അടുത്തൊരു ഘട്ടം. അടുത്ത ഈ ഫസ്റ്റ് യൂണിറ്റ് തന്നെ 2 പാർട്ടാക്കി മാറ്റിയ ഒന്നാമത്തെ പാർട്ട് കോൺസെപ്റ്റ്സ് ആണ്, രണ്ടാമത്തെ പാർട്ട് ഐഡിയോളജിയാണ്. നോർമലി എൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന് വെച്ചാൽ ആദ്യം ഫുൾ ഐഡിയോളജീസ് പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് കോൺസെപ്റ്റ്സ് പഠിപ്പിക്കുക എന്നാണ്. പക്ഷെ നിങ്ങൾക്ക് എന്താണ് സൂറ്റബിൾ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്നതാണ്. വെൽ, ഇവിടെ ഞാൻ പ്രിഫർ ചെയ്യുക ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, ഐഡിയോളജീസ് പൂർണ്ണമായിട്ട് പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. ആദ്യം ലിബറലിസം പഠിച്ചു വെക്കണം ഫസ്റ്റത്തെ. മറ്റോടത്ത് ലിബർട്ടി വന്നു, ഇവിടെ ലിബറലിസം. ഓക്കെ, അപ്പോൾ ലിബർട്ടി എന്ന് പറയുന്ന കോൺസെപ്റ്റിൻ്റെ ഒരു അപ്ലൈഡ് വേർഷനാണ് ലിബറലിസം. ഓക്കെ, അതിൻ്റെ ഒറിജിൻ എങ്ങനെയാണ് ഇമ്പോർട്ടൻ്റ് ആണ്. ഒറിജിൻ എങ്ങനെയാണ്, അതിന് ബേസിക് ഫീച്ചേഴ്സ് ഹൈലി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഹൈലി ഇമ്പോർട്ടൻ്റ് ആണ്. എന്ത് ബേസിക് അതിൻ്റെ ഫീച്ചേഴ്സ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ടൈപ്സ് ആൻഡ് ട്രഡീഷൻസ്, ഇത് ഹൈറാർക്കി എന്താണ് ക്രോണോളജിക്കൽ ഓർഡറിൽ ചോദിച്ചിട്ടുണ്ട്. ഈ തൊട്ട് കഴിഞ്ഞ അതിന് മുമ്പത്തോ ആയിട്ടുള്ള എക്സാമിൽ ക്രോണോളജിക്കൽ ഓർഡറിൽ ചോദിച്ചിട്ടുണ്ട്. എങ്ങനെ ടൈപ്സ് കൊടുത്തിട്ട് ഏതാണ്, ക്ലാസിക്കലാണോ ആദ്യം വരുന്നത്, ലിബർട്ടേറിയനിസം ആണോ, മോഡേൺ ലിബറലിസം ആണോ, എനേബിളിംഗ്, ചിലപ്പോൾ അങ്ങനെ ചോദിക്കും. അതും ശ്രദ്ധിച്ചിരിക്കണം. ക്ലാസിക്കൽ ലിബറലിസം ആയിരിക്കില്ല ഓപ്ഷനിൽ ഉണ്ടാവുക. ക്ലാസിക്കൽ ലിബറലിസത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഫീച്ചർ ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. കിട്ടിയല്ലോ? ലിബറലിസത്തിൻ്റെ ഫീച്ചർ ആയിരിക്കും ചിലപ്പോൾ ഓപ്ഷനിൽ ക്രോണോളജിക്കൽ ഓർഡറിലാക്കാൻ തന്നിട്ടുണ്ടാവും. അപ്പം അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കണം. ടൈപ്സ് ആൻഡ് ഡിഫറൻസ് നമ്മൾ തിങ്കേഴ്സ് ആൻഡ് കോൺസെപ്റ്റ്. ഇനി പറയുന്ന എല്ലാ ഐഡിയോളജീസിനും നിങ്ങൾ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് കൊടുക്കേണ്ട ഒരു കാര്യം അതിൻ്റെ കോൺസെപ്റ്റ്സ് ആൻഡ് ബുക്സ് മനസ്സിലാക്കി വെക്കണം. ഓരോ തിയറിയിലും ഉള്ള തിങ്കേഴ്സ്, അവരുടെ കോൺസെപ്റ്റ്സ്, ബുക്സ് എങ്ങനെയല്ലേ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ള ഒരു സാമ്പിൾ നമുക്ക് നോക്കാം. ഫീച്ചേഴ്സ് പറയുന്നതിൻ്റെ ഒരു സാമ്പിളാണ് നിങ്ങൾ ഇവിടെ അടുത്ത്. ഇത് മാത്രമല്ല, ഇതിൽ കൂടുതൽ ഫീച്ചേഴ്സ് ഉണ്ട്. ലിബറലിസത്തിന് ഇതിൽ കൂടുതൽ ഫീച്ചേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പം ഒരു സാമ്പിളാണ് കൊടുത്തത്. അപ്പോൾ ഇങ്ങനെ ലിബറലിസവുമായി ബന്ധപ്പെട്ട ഫീച്ചേഴ്സ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ നോക്കൂ, അതിൻ്റെ ഡിഫറെൻറ്റ് ട്രഡീഷൻസ്, അതായത് ടൈപ്സ് ഓഫ് ലിബറലിസം പറഞ്ഞാൽ ഇങ്ങനെയാണ്. ആദ്യം വരുന്ന ക്ലാസിക്കൽ ലിബറലിസമാണ്. പിന്നെ മോഡേൺ ലിബറലിസത്തിന് മറ്റ് പേരുകളുണ്ട്. പോസിറ്റീവ് ലിബറലിസം, അതുപോലെ ഇഗാലിറ്റേറിയൻ, സോഷ്യൽ ഇങ്ങനെയൊക്കെ ഇതിന് മറ്റ് പേരുകളുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നീട് ലിബർട്ടേറിയനിസം വരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നിയോ ലിബറലിസം വരുന്നു. അപ്പോൾ ഇതിൻ്റെ ക്രോണോളജിയാണ്. അപ്പോൾ ആ ക്രോണോളജി അങ്ങനെ വരും. അപ്പോൾ ഇതിന് ഫീച്ചേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പം നോക്കുകയാണെങ്കിൽ നമ്മൾ സെക്കൻഡിൽ വരുമ്പം ഇവിടെ വെൽഫെയർ ആണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷനിൽ ചിലപ്പം എന്തുണ്ടാവില്ല, ഈ കാണുന്ന മോഡേൺ ലിബറലിസം ഉണ്ടാവില്ല, മറിച്ച് വെൽഫെയർ ഓറിയന്റഡ് സ്റ്റേറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കൂടുതലുണ്ടാവുക. അപ്പോൾ അവിടെ അണ്ടർസ്റ്റാൻഡ് കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കണം. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളൊന്ന് യുണീക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, എക്സാം ഹാളിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുക. ഇങ്ങനെ അണ്ടർസ്റ്റാൻഡിങ് ലെവലിൽ പഠിച്ചാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സ്കോർ ചെയ്യാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, എക്സാം ഹാളിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒന്നും കൂടി കൺഫ്യൂസ്ഡ് ആക്കി മാറ്റും. ഇതാണ് ഞാൻ പറഞ്ഞ എന്ത് കോൺസെപ്റ്റ്സ്, തിങ്കേഴ്സ്, കോൺസെപ്റ്റ്സ്, ബുക്സ് എന്ന് പറയുന്നത്. കണ്ടോ, ജോൺ ലോക്ക്, അദ്ദേഹത്തിൻ്റെ ബുക്ക് എന്താണ്, അദ്ദേഹം കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ്. ഓക്കെ, അപ്പം ഇത് ജോൺ ലോക്കിനെ പഠിക്കുമ്പോൾ ഇതിൽ കൂടുതൽ കോൺസെപ്റ്റ്സ് പഠിക്കും. പക്ഷേ ബേസ് ഇത്രയും പഠിച്ചു വെക്കണം. ബേസ് എന്നല്ല, ഈ ലിബറലിസവുമായി കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ഇങ്ങനെ പഠിച്ചിരിക്കണം. ലോക്കിനെ നമ്മൾ വിശദമായിട്ട് എന്ത് ചെയ്യും, യൂണിറ്റ് 2 പഠിക്കും. ഓക്കെ, അപ്പം മറ്റ് തിങ്കേഴ്സ് വോൾട്ടയർ, മോണ്ടസ്ക്യൂ. ഓക്കെ, അദ്ദേഹത്തിൻ്റെ സ്പിരിറ്റ് ഓഫ് ലോക്ക് റിപ്പീറ്റഡ്ലി ചോദിച്ചതാണ്. ലിബറലിസവുമായി ബന്ധപ്പെട്ട ഏറ്റവും ക്ലോസ്ലി കണക്ട് ചെയ്യുന്ന കോൺസെപ്റ്റാണ് സെപ്പറേഷൻ ഓഫ് പവർ. അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ലിബറലിസത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി നിൽക്കുന്ന ഒരു ഐഡിയ എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്നതാണ്. ഓക്കെ, ഫാദർ ഓഫ് ലിബറലിസം ലോക്കാണ് കേട്ടോ. ലോക്കാണ്.
ഓക്കെ, ആഡം സ്മിത്ത്, തോമസ് പെയിന്, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ ഓക്കെ ആണല്ലോ, അവിടെ ഓക്കെയാണ്. അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് കൺസർവേറ്റിസം ആണ്. അടുത്ത ഐഡിയോളജിയാണ് കൺസർവേറ്റിസം. ലിബറലിസത്തിന് എഗെയിൻസ്റ്റ് ആയി വന്ന ഒരു ഐഡിയോളജിയാണ് കൺസർവേറ്റിസം. പിന്നീട് സോഷ്യലിസം, ഇതേപോലെ ലിബറലിസത്തിന് ഒരു കോൺസിക്വൻസ് അല്ലെങ്കിൽ ഒരു എഗെയിൻസ്റ്റ് ആയിട്ട് വന്നതാണ്, റിയാക്ഷൻ ആയിട്ട് വന്നതാണ് സോഷ്യലിസം. എല്ലാം വിശദമായിട്ട് പറയുന്നില്ല. ഇതിൽ ഇതേപോലെ കൺസർവേറ്റിസത്തിന് അതിൻ്റെ തിങ്കേഴ്സ് ഉണ്ട്, അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അങ്ങനെ തന്നെ പഠിച്ചു വെക്കാം. കൺസർവേറ്റിസം അതിൻ്റെ ഫീച്ചേഴ്സ്, അത് ഒറിജിൻ ചെയ്യാനുള്ള കാരണം കൂടി പഠിച്ചു വെക്കണം കേട്ടോ, എന്നാലേ നിങ്ങൾക്ക് കണക്റ്റ് ആവുകയുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഒറിജിൻ എന്ന് പറഞ്ഞൊരു ടോപ്പിക്കോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യനോ വരില്ല. അത് കണക്ട് ചെയ്താലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കോൺസെപ്റ്റ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് കിട്ടത്തുള്ളൂ. അപ്പോൾ അതാണ് സോഷ്യലിസം, മാർക്സിസം. സോഷ്യലിസത്തിൻ്റെ അണ്ടറിൽ വരുന്ന, സോഷ്യലിസം പറഞ്ഞ ഒരു അംബ്രല്ല ഐഡിയോളജിയാണ്, അതിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു ഐഡിയോളജിയാണ് മാർക്സിസം. ഫെമിനിസം ഇപ്പോഴും ചോദിക്കുന്ന ചോദ്യം ഇപ്പോഴും വരുന്നതാണ്. ഫെമിനിസം ഒന്നും അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഓക്കെ, വളരെ കുറച്ച് അവിടെ പഠിക്കാനുള്ളൂ. അവിടെ ഡിഫറെൻറ്റ് ഫേസസ്, ഡിഫറെൻറ്റ് വേവ്സ്, ഫസ്റ്റ് വേവ്, സെക്കൻഡ് വേവ്, തേർഡ് വേവ് എന്ന് പറഞ്ഞിട്ട് ഫെമിനിസത്തിൻ്റെ വേവ്സ് പഠിക്കാനുണ്ട്. അവരെ തിങ്കേഴ്സ് ഹൈലി ഇമ്പോർട്ടൻറ്റ്. തിങ്കേഴ്സ്, അവരുടെ ബുക്സ് പഠിച്ചു നോക്കണം. തിങ്കേഴ്സ് ആൻഡ് ബുക്സ്. എക്കോളജിസം വളരെ ചെറിയ ടോപ്പിക് ആണെങ്കിൽ പോലും ഷാലോ എക്കോളജിസം എന്നൊക്കെ പറയുന്ന 2-3 ടോപ്പിക്സ് അവിടെ ആകെ ഉള്ളൂ. അപ്പോൾ ആ ടോപ്പിക്സ് കൃത്യമായിട്ട് പഠിക്കണം. ഈ കഴിഞ്ഞ എക്സാമിന് പോലും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ്, എക്കോളജിസം, ഫെമിനിസം നിങ്ങൾ എന്ത് സ്കിപ്പ് ചെയ്യരുത്. വളരെ ചെറിയ ടോപ്പിക്കാണ്, അല്ലെങ്കിൽ അങ്ങനെ വലിയ ഹൈലി സെലിബ്രേറ്റ്, ഇതിൽ വെച്ച് നോക്കുമ്പോൾ ഹൈലി സെലിബ്രേറ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ലിബറലിസം, മാർക്സിസം, സോഷ്യലിസം. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളത് സ്കിപ്പ് ചെയ്യാനുള്ള ടെൻഡൻസി വരും. അത് പാടില്ല. ഫെമിനിസവും എക്കോളജിസും കൃത്യമായിട്ട് പഠിച്ചിരിക്കണം, കാരണം ചോദ്യങ്ങൾ ചോദിക്കുന്നതുകൊണ്ടാണ്. മൾട്ടി കൾച്ചറലിസം, പോസ്റ്റ് മോഡേണിസം, ഇതിൻ്റെ എല്ലാ ഫീച്ചേഴ്സ്, ബുക്സ് കൃത്യമായിട്ട് ഓക്കെ ആക്കിയിരിക്കണം. ഓക്കെ ആണല്ലോ. സോ അത്രയാണ് നമുക്ക് ഫസ്റ്റ് യൂണിറ്റിൽ പഠിക്കണം. അപ്പോൾ ഫസ്റ്റ് യൂണിറ്റ് നമ്മളൊന്ന് അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് നോക്കിയില്ലേ. അപ്പോൾ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ യൂണിറ്റും വളരെ ഇങ്ങനെയാണ് ഒരു സെൽഫ് പ്രിപ്പറേഷനെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ നമ്മളോട് പറഞ്ഞു വെക്കുന്നത്. ഇനി അതല്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നമ്മൾ ഈ പറഞ്ഞ ടോപ്പിക്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള, ഇതിൽ കൂടുതൽ ഈ ടോപ്പിക്സിൻ്റെ ഒരു പെരിഫറൽ ആയിട്ടുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് തന്നിട്ടുള്ളൂ. ഇതിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ കോൺസെപ്റ്റും നമുക്ക് പറയാനുണ്ട്. എല്ലാത്തിനെയും ഫീച്ചേഴ്സ് പറയാനുണ്ട്, എല്ലാത്തിനെയും ബുക്സുകൾ കൺസോളിഡേറ്റ് ചെയ്ത്. നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതുവരെയുള്ള ഒരുപാട് സോഴ്സുകളിൽ നിന്നുള്ള ഇൻഫർമേഷൻസ്, നമ്മളെ സോഴ്സിൽ നിന്നുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ട്. അത് നല്ല പ്രിസൈസ് ആയിട്ട് കൺസോളിഡേറ്റ് ആയിട്ട് നമുക്ക് കിട്ടുക എന്നുള്ളതാണ്. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് വീണ്ടും റിവൈസ് ചെയ്ത് നല്ലൊരു നോട്ടൊക്കെ ഉണ്ടാക്കി നമുക്കത് ഒന്നും കൂടി എക്സലൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാം. സോ നിങ്ങൾക്ക് നല്ലൊരു കോഴ്സിൽ ഫൗണ്ടേഷൻ കോഴ്സ് അടക്കം മറ്റ് ഫീച്ചേഴ്സ്, നമ്മളെ ലൈവ് സെക്ഷൻസ്, അതുപോലെ PYQ അനാലിസിസ്, മോക്ക് ടെസ്റ്റുകൾ, മെൻറ്റർഷിപ്പ് സപ്പോർട്ടുകൾ, ഇതോടെ എല്ലാം ടോപ്പിക് വൈസ് PYQ അടക്കമുള്ള സൗകര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കോഴ്സുണ്ട്. നമ്മൾ 150 days to JRF എന്ന് പറയുന്ന കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ഏറ്റവും പുതിയതായിട്ട് നമ്മൾ പൊളിറ്റിക്കൽ സയൻസിൽ ലോഞ്ച് ചെയ്യുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആണ്. അതായത് ഏറ്റവും ഒരുപാട് പഴക്കമൊന്നും ഇല്ലാത്ത ഏറ്റവും ലേറ്റസ്റ്റ് റീസെൻ്റ്ലി നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു കോഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് എന്ത് ചെയ്യണം, കോൺടാക്ട് ചെയ്യാം. അല്ലാത്തവരെന്ത് ചെയ്യുക, ഇത്രയും പറഞ്ഞ ഡീറ്റെയിൽസ് വെച്ച് സ്വയം സെൽഫ് പ്രിപ്പയർ ഒക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. എന്തായാലും തൊട്ടടുത്ത നെറ്റ് നമ്മൾ ക്രാക്ക് ചെയ്തിരിക്കും. അതിന് വേണ്ടിയിട്ടുള്ള ഫുൾ എഫേർട്ട് നിങ്ങളെടുത്തുന്നുണ്ടായിരിക്കാം. മാത്രമല്ല നെറ്റ് കിട്ടുന്നവരെ നമ്മൾ എന്ത് ചെയ്യും, ഈ എഫേർട്ട് കണ്ടിന്യൂസ്ലി ഇടാൻ നമ്മൾ റെഡി ആയിരിക്കും എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോവുക. വളരെ താങ്ക് യു, ബൈ.